എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃതാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ISRO. നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആയുഷ് സേവനങ്ങൾക്കായിട്ടുള്ള OP വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആയുഷ് സേവനങ്ങൾക്കായുള്ള OP വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം കേരളം. കേരളമാണ് നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആയുഷ് സേവനങ്ങൾക്കായുള്ള OP വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന സംസ്ഥാനം. 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി. 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് വേദി വെസ്റ്റ് ഇൻഡീസ് USA. വെസ്റ്റ് ഇൻഡീസിലും USAയിലുമായിട്ടാണ് 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫാണ് സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. കോട്ടയത്തെ എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. റോബോട്ടിൻ്റെ പേര് എലീന എന്നതാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമർ. സംവിധാനം ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമറാണ് 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി തന്മുദ്ര. തന്മുദ്ര പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയാണ് 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത്. 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റാണ് 2024 ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത്.
യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. ഇന്ത്യയാണ് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്റർ RCCയിലാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ദൃഷ്ടി 10 സ്റ്റാർലൈനറാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം. രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് രാജ്യത്താദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് NH66 മുംബൈ ടു ഗോവ. മുംബൈ ടു ഗോവ NH66 ആണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ്. വിമാനത്തിന്റെ ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബോയിംഗ് കമ്പനി ഇന്ത്യയിൽ ആദ്യമായി വിതരണ കേന്ദ്രം തുറന്നത്. വിമാനത്തിന്റെ ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബോയിംഗ് കമ്പനി ഇന്ത്യയിൽ ആദ്യമായി വിതരണ കേന്ദ്രം തുറന്നത് ഖുർജ. ഉത്തർപ്രദേശിലെ ഖുർജയിലാണ് വിമാനത്തിന്റെ ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബോയിംഗ് കമ്പനി ഇന്ത്യയിൽ ആദ്യമായി വിതരണ കേന്ദ്രം തുറന്നത്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. കതിരവനാണ് അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക് പാലം. കോഴിക്കോടിലെ ഫറോക്ക് പാലമാണ് സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്ന വർഷം. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്ന വർഷം 2026. സൂറത്ത് മുതൽ ബിലിമോറ വരെ 2026 ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യൻ താരങ്ങളുടെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യൻ താരങ്ങളുടെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആർ പ്രജ്ഞാനന്ദ. ആർ പ്രജ്ഞാനന്ദയാണ് 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യൻ താരങ്ങളുടെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. നിപ വൈറസിനെതിരെയുള്ള മനുഷ്യനിലെ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ച സർവകലാശാല. നിപ വൈറസിനെതിരെയുള്ള മനുഷ്യനിലെ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ച സർവകലാശാല ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് നിപ വൈറസിനെതിരെയുള്ള മനുഷ്യനിലെ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ച സർവകലാശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാല. കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത്. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം ഗംഗ. ഗംഗയാണ് ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം.
ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൽ വഹാബ്. ഹിഷാം അബ്ദുൽ വഹാബാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ. രാജ്യത്തെ ആദ്യ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിച്ചത്. രാജ്യത്തെ ആദ്യ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിച്ചത് കേരളം. കേരളമാണ് രാജ്യത്തെ ആദ്യ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിച്ചത്. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസർ. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസർ കൈരളി. കൈരളിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓജോസ് ഡെൽ സലാഡോ കീഴടക്കിയ മലയാളി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓജോസ് ഡെൽ സലാഡോ കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓജോസ് ഡെൽ സലാഡോ കീഴടക്കിയ മലയാളി. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം. സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ്. സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് NH66. NH66 ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ്. 2024 ജനുവരിയിൽ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? 2024 ജനുവരിയിൽ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? വിജയവാഡ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് 2024 ജനുവരിയിൽ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അനാവരണം ചെയ്തത്. ഉയരം 206 അടിയാണ്. പ്രതിമ 125 അടിയും പീഠം 81 അടിയുമാണ്. സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്ന ദൗത്യത്തിലൂടെ 2024 ജനുവരി 19 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യം. സ്ലിം എന്ന ദൗത്യത്തിലൂടെ 2024 ജനുവരി 19 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യം ജപ്പാൻ. ജപ്പാനാണ് സ്ലിം സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്ന ദൗത്യത്തിലൂടെ 2024 ജനുവരി 19 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യം. 2024 ജനുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത്. 2024 ജനുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് LIC. LIC ആണ് 2024 ജനുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ. കുവൈറ്റ് ദിനാർ ആണ് ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി. വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന്റെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന്റെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന്റെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലമാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി. 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി
ടു കിൽ എ ടൈഗർ. നിഷ പഹുജ സംവിധാനം ചെയ്ത ടു കിൽ എ ടൈഗർ എന്ന ഡോക്യുമെന്ററിയാണ് 96ാമത് ഓസ്കറിൽ ബെസ്റ്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെന്ററി. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി AI പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം. കൃത്രിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി AI പ്ലാറ്റ്ഫോം. ആഗോള ഓഹരി വിപണി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. ആഗോള ഓഹരി വിപണി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ആഗോള ഓഹരി വിപണി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. 2024 നവംബർ 1 ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത്. 2024 നവംബർ 1 ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് കേരളം. കേരളമാണ് 2024 നവംബർ 1 ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത്. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള ലോകത്തെ ആദ്യ വധശിക്ഷ നടപ്പാക്കിയത്. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള ലോകത്തെ ആദ്യ വധശിക്ഷ നടപ്പിലാക്കിയത് അലബാമ. US അലബാമയിലാണ് നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള ലോകത്തെ ആദ്യ വധശിക്ഷ നടപ്പാക്കിയത്. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്. പ്രീതി രജക്കാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയ മധ്യപ്രദേശ് സ്വദേശിനി. ലോകത്തിലാദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. ലോകത്തിലാദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് സിമിലിപാൽ ടൈഗർ റിസർവ്, ഒഡീഷ. ഒഡീഷയിലെ സിമിലിപാൽ ടൈഗർ റിസർവാണ് ലോകത്തിലാദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം. സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ചത്. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ EP നാരായണ പെരുവണ്ണാൻ. EP നാരായണ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. സൈനികർക്കിടയിലെ സുരക്ഷിതമായ ആശയവിനിമയത്തിന് ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ നെറ്റ്വർക്ക് ശൃംഖല. സൈനികർക്കിടയിലെ സുരക്ഷിതമായ ആശയവിനിമയത്തിന് ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ നെറ്റ്വർക്ക് ശൃംഖല സംഭവ്. സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വെർഷൻ. സംഭവാണ് സൈനികർക്കിടയിലെ സുരക്ഷിതമായ ആശയവിനിമയത്തിന് ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ നെറ്റ്വർക്ക് ശൃംഖല. ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്? ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്? ഫിലിപ്പീൻസ്. ഇന്ത്യ ഫിലിപ്പീൻസിലേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് FEE ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് FEE ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ചാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് FEE ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച്. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലെഗ് കൊനോനെങ്കോ. റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ ഒലെഗ് കൊനോനെങ്കോയാണ് ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി. 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ച ആദ്യ കമ്പനി ന്യൂറാലിങ്ക്. ഇലോൺ മസ്കിൻ്റെ കമ്പനിയായ ന്യൂറാലിങ്ക് ആണ് 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് വിജയകരമായി ഘടിപ്പിച്ചത്. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, മലപ്പുറം. 9ാം സ്ഥാനമാണ് ലഭിച്ചത് കുറ്റിപ്പുറം പോലീസ്
സ്റ്റേഷൻ മലപ്പുറമാണ് 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ. കണ്ണൂരാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ പേരുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. കൊച്ചിയിലാണ് 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത മഹാകവി G. ശങ്കരക്കുറുപ്പിൻ്റെ പേരുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാൻ. AR റഹ്മാനാണ് അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധി സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ. നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതുമെത്തിയ നഗരം. ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതുമെത്തിയ നഗരം ബംഗളൂരു. ബംഗളൂരുവാണ് ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമതും ഇന്ത്യയിൽ 1ാമതുമെത്തിയ നഗരം. 66ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ 3 വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ തബല മാന്ത്രികൻ. 66ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ 3 വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ. ഉസ്താദ് സാക്കിർ ഹുസൈനാണ് 66ാമത് ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ 3 വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ തബല മാന്ത്രികൻ. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് 2024 ഫെബ്രുവരിയിൽ യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലെയും ടെസ്റ്റ്, ഏകദിനം, T20 ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലെയും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ താരം ജസ്പ്രീത് ബുംറ. ഇന്ത്യൻ താരമായ ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റ്, ഏകദിനം, T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ ഈ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ താരം. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാൽ. KN ബാലഗോപാലാണ് 2024-2025 വർഷത്തെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത്. ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം പിടിച്ച തിരുവനന്തപുരത്തെ ബീച്ച്. ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം പിടിച്ച തിരുവനന്തപുരത്തെ ബീച്ച് പാപനാശം ബീച്ച്. വർക്കലയിലെ പാപനാശം ബീച്ചാണ് ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം പിടിച്ചത്. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരി. എറണാകുളത്തെ കളമശ്ശേരിയിലാണ് കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത്. സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സംസ്ഥാനത്ത്
മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി സിവിൽ ജഡ്ജി എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക. ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 4 തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം, ആൽബം ഓഫ് ദി ഇയർ നേടുന്ന ആദ്യ പോപ്പ് താരം. ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 4 തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ പോപ്പ് താരം ടൈലർ സ്വിഫ്റ്റ്. ടൈലർ സ്വിഫ്റ്റ് ആണ് ഗ്രാമി പുരസ്കാര ചരിത്രത്തിൽ 4 തവണ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യ പോപ്പ് താരം. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയ ശങ്കർ മഹാദേവൻ, ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ആൽബം. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയ ശങ്കർ മഹാദേവൻ, ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ആൽബത്തിൻ്റെ പേര് ദിസ് മൊമെൻറ്റ്. ദിസ് മൊമെൻ്റ് ആണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയ ശങ്കർ മഹാദേവൻ, ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ആൽബം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ. പാരീസിലെ ഈഫൽ ടവറിലാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS ആണ് 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. 2024 ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ. 2024 ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് 2024 ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൻ്റെ ഭാഗമാകുന്ന ഇന്ത്യൻ ഷൂട്ടർ. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ വിഷ്ണു ശരവണൻ. വിഷ്ണു ശരവണനാണ് 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യക്ക് 93-ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലാബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലാബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം, കൊച്ചി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലാബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ M ഡ്വാർഫ് പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ. പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ M ഡ്വാർഫ് പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ഡോക്ടർ അതുൽ മോഹൻ. ഡോക്ടർ അതുൽ മോഹനാണ് പ്രായം കുറഞ്ഞ ചുവപ്പുകുള്ളൻ നക്ഷത്രങ്ങൾ M ഡ്വാർഫ് പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിൻ്റെ അതിവേഗ പ്രവാഹത്തിൻ്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം. തിരുവനന്തപുരത്തെ കരിക്കകത്താണ് സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്
മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. കോഴിക്കോടിലെ മാനാഞ്ചിറ സ്ക്വയറാണ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി. 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി മൈക്രോസോഫ്റ്റാണ് 2024 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിനായി പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിരിസ് റെക്സ് എന്ന ദൗത്യമാണ് ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയാണ് 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണ്? ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമാ താരം. ഷാറൂഖ് ഖാനാണ് ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമാ താരം. ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം സിയാൽ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ പുതുക്കിയ സമ്മാനത്തുക. 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ പുതുക്കിയ സമ്മാനത്തുക. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ വികസന കേന്ദ്രവും നിലവിൽ വരുന്നത്. കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ വികസന കേന്ദ്രവും നിലവിൽ വരുന്നത്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവികത്താവളം. INS ജഡായു ആണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിച്ച പുതിയ നാവികത്താവളം. ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം. പത്മ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ പാപ്പാൻ പാർവതി ബറുവയാണ് പത്മ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ പാപ്പാൻ. രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം. കൊച്ചിയിലാണ് രാജ്യത്തെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം. ബാഫ്റ്റ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഏക ബോളിവുഡ് താരം ദീപിക പദുക്കോണാണ് ബാഫ്റ്റ പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഏക ബോളിവുഡ് താരം. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത ശ്രീപതിയാണ് ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജിയാകുന്ന ആദ്യ വനിത. 2024 ഫെബ്രുവരിയിൽ ഗൂഗിൾ പുറത്തിറക്കിയ സ്വതന്ത്ര ഡെവലപ്പർമാർക്ക് അവരുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് AI മാതൃക. 2024 ഫെബ്രുവരിയിൽ ഗൂഗിൾ പുറത്തിറക്കിയ സ്വതന്ത്ര ഡെവലപ്പർമാർക്ക് അവരുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പൺ സോഴ്സ് AI മാതൃക
ഗെമ്മയാണ് 2024 ഫെബ്രുവരിയിൽ ഗൂഗിൾ പുറത്തിറക്കിയ സ്വതന്ത്ര ഡെവലപ്പർമാർക്ക് അവരുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് AI മാതൃക. റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ട്. റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ട് ഹനുമാനാണ് റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ട്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ സന്തോഷ് ശിവനാണ് 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ചന്ദ്രോപരിതലത്തിലിറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ് ചന്ദ്രോപരിതലത്തിലിറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം. 15നും 29നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം. 15നും 29നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് 15നും 29നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.